എല്ലാവരും കാണല്ലേ. അപ്പോൾ കാണുന്ന സമയത്ത് ആസിഫിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിയെന്ന്. അപ്പോൾ പച്ചക്കള്ളല്ലേ, പുള്ളി തോളിലൊന്നും തട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലായപ്പോൾ പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചെയ്തത് തെറ്റ് തന്നെയാണ്. നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇപ്പോൾ സംഗീതജ്ഞൻ രമേശ് നാരായണൻ ആസിഫ് അലി എന്ന് പറയുന്ന സിനിമാ നടനോട് കാണിച്ച അനീതിയെക്കുറിച്ചാണ്, അക്രമത്തെക്കുറിച്ചാണ്. ഒരു ചടങ്ങിൽ രമേശ് നാരായണന് പുരസ്കാരം നൽകുവാൻ വേണ്ടി ആസിഫ് അലിയുടെ പേര് അവതാരകർ അനൗൺസ് ചെയ്യുന്നു. ആസിഫ് അലി പുരസ്കാരവുമായി രമേശ് നാരായണന്റെ അടുത്തേക്ക് വരുന്നു. രമേശ് നാരായണൻ ആസിഫ് അലിയെ കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. ആസിഫ് അലി ചിരിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ ഈ ഒരു അവസരം ഭാഗ്യമായി കരുതിക്കൊണ്ട് രമേശ് നാരായണൻ എന്ന മ്യൂസിക് ഡയറക്ടർക്ക് താൻ പുരസ്കാരം നൽകുന്നതിൽ താൻ തന്നെ പുരസ്കരിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥത്തോടു കൂടി ആസിഫ് അലി വളരെ സന്തോഷത്തോടു കൂടി ഇയാൾക്ക്, അതായത് രമേശ് നാരായണന്റെ പുരസ്കാരം വച്ചു നീട്ടുന്നു. രമേശ് നാരായണൻ മറ്റാരെയൊക്കെ എവിടെയൊക്കെ നോക്കിക്കൊണ്ട് അവരെ കൈകാട്ടി വിളിക്കുകയും ആസിഫ് അലിയുടെ മുഖത്ത് പോലും നോക്കാതെ ഈ പുരസ്കാരം കയ്യിൽ വാങ്ങിക്കുന്നു. ആസിഫ് അലിയോട് നന്ദി പോലും പറയുന്നില്ല. കേവലം ഉപചാര മര്യാദകൾ പോലും അറിയാത്ത ഈ സംഗീത സംവിധായകനെ എന്ത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നറിയില്ല. അദ്ദേഹം ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലാണ് സ്റ്റേജിൽ നിന്നത് എന്ന് നമുക്കറിയില്ല. എന്നാൽ പിന്നീട് മാധ്യമങ്ങളിലെല്ലാം വന്നു നിന്നുകൊണ്ട് രമേശ് നാരായണൻ പറയുന്നുണ്ടായിരുന്നു, ആസിഫ് അലി എനിക്ക് അനിയനെ പോലെയാണ്, ആസിഫ് അലിയെ എനിക്ക് പ്രാണനാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറയുന്നുണ്ടായി. എന്നാൽ പൊതുസമൂഹം രമേശ് നാരായണന്റെ നീതികേട് കണ്ടു, മര്യാദകേട് കണ്ടു മനസ്സിലാക്കിയപ്പോൾ രമേശ് നാരായണൻ പണി പാളി എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ സ്വയം ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് രമേശ് നാരായണൻ ഇങ്ങനെ പറഞ്ഞത്. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ശരിയായിരുന്നില്ല, എന്റെ പേര് അവർ തെറ്റിയാണ് സംഘാടകർ വിളിച്ചു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ ആസിഫ് അലിക്ക് എന്ത് പങ്കുണ്ട്? രമേശ് നാരായണൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകന് പുരസ്കാരം നൽകുവാൻ വേണ്ടിയാണ് മലയാളത്തിലെ തികഞ്ഞ കലാകാരനായ മഹാനായ നടൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആസിഫ് അലി വേദിയിലേക്ക് വരുന്നത്. ആസിഫ് അലി ചിരിച്ചുകൊണ്ട് തന്നെ രമേശ് നാരായണന് പുരസ്കാരം കൊടുക്കുമ്പോൾ അകലെയിരിക്കുന്ന സംവിധായകൻ ജയരാജിനെ കൈകാട്ടി വിളിക്കുകയായിരുന്നു രമേശ് നാരായണൻ. അതായത് ആസിഫ് അലിയെ പോലുള്ള ഒരാളല്ല എനിക്ക് ഈ പുരസ്കാരം തരേണ്ടത്, സംവിധായകൻ ജയരാജിനെ പോലെയോ അല്ലെങ്കിൽ അതുക്കും മേലെയുള്ള ആരെങ്കിലും ആയിരിക്കണം രമേശ് നാരായണൻ എന്ന മഹാസംഗീത പ്രതിഭയായ എനിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം തരേണ്ടത്. അത് ആസിഫ് അലിയെ പോലുള്ള ഒരു ചെറിയ നടനോ അല്ലെങ്കിൽ മലയാളത്തിൽ ജൂനിയറായ ഒരു നടനോ അല്ല എനിക്ക് ഇത്തരം സമ്മാനങ്ങൾ നൽകേണ്ട എന്ന മനോഭാവത്തോടു കൂടിയാണ് രമേശ് നാരായണൻ അവിടെ നിന്നത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും അത് കണ്ട ആളുകൾക്ക് എല്ലാവർക്കും കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. തികഞ്ഞ അഹങ്കാരിയായ വിവേകിയായ ഒരു സംഗീതജ്ഞന്റെ പ്രതിഫലനങ്ങളെല്ലാം തന്നെ രമേശ് നാരായണനിൽ കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങൾ കണ്ട ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് മനസ്സിലായത്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് രമേശ് നാരായണൻ എന്ത് തന്നെ നിർവചനങ്ങൾ കൊടുത്താലും രമേശ് നാരായണൻ ആ വേദിയിൽ വെച്ച് ആസിഫ് അലിയോട് ചെയ്ത കൊടും ക്രൂരതയ്ക്ക്, നീതികേടിന് മാപ്പർഹിക്കാത്ത കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സിനിമാ ലോകം ഒന്നടങ്കം പറയുന്നത്. ഈ വിഷയത്തിൽ സിനിമാ കലാകാരന്മാരുടെ സംഘടനയായ അമ്മ കൃത്യമായി തന്നെ രമേശ് നാരായണനെതിരെ പ്രതികരിച്ചിരിക്കുന്നു. മലയാളത്തിലെ മഹാനടന്മാരായ മോഹൻലാലും സിദ്ദിഖും അടക്കമുള്ള നിരവധി അഭിനയ പ്രതിഭകൾ രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞന്റെ അവിവേകത്തെക്കുറിച്ച് കൃത്യമായി തന്നെ തുറന്നടിച്ചിരിക്കുന്നു. ഇത് മര്യാദകേടാണ് എന്നാണ് പറഞ്ഞത്. മലയാളത്തിന് മറക്കാനാവാത്ത നിരവധി ഗാനങ്ങൾ നൽകിയ പഴയ തലമുറയിലെ നിരവധി സംഗീത സംവിധായകരുണ്ട്. ഋഷിതുല്യരായ സംഗീത സംവിധായകർ, ദക്ഷിണാമൂർത്തിയെ പോലെ, ദേവരാജൻ മാസ്റ്ററെ പോലെ, കെ രാഘവനെ പോലെ, അർജുനൻ മാസ്റ്ററെ പോലെ, ബാബുരാജ് മാഷിനെ പോലെ നിരവധി സംഗീത സംവിധായകരുണ്ട്. അവർ മലയാളത്തിന്റെ മണ്ണിൽ അവശേഷിപ്പിച്ചിട്ട് പോയ ഗാനങ്ങളാണ് ഇന്ന് മലയാളി തേനൂറുന്ന സ്വാദോടുകൂടി പാടി നടക്കുന്നത്. എന്നാൽ അത്തരം ഒരു നിലവാരത്തിലേക്ക് ഉയർത്തി വയ്ക്കുവാൻ പോകുന്ന ആളാണോ രമേശ് നാരായണൻ എന്ന ഈ സംഗീത സംവിധായകൻ എന്ന് മലയാളിക്ക് അറിയില്ല. എങ്കിലും രമേശ് നാരായണന്റെ സംഗീതം മലയാളി ഇഷ്ടപ്പെടുന്നു. ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ രമേശ് നാരായണനും രമേശ് നാരായണന്റേതായ ഒരു ഇടം മലയാളി കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എന്നാൽ ആ ആദരവിനും ആ ബഹുമാനത്തിനും എല്ലാം നേരെ വിപരീതമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ രമേശ് നാരായണൻ ആസിഫ് അലി എന്ന ചലച്ചിത്ര നടനോട് പെരുമാറിയത്. ദേവരാജൻ മാസ്റ്റർക്ക് പത്മശ്രീ കൊടുത്തപ്പോൾ എനിക്ക് ഈ പത്മശ്രീ ആവശ്യമില്ല എന്ന് പറഞ്ഞ മഹാനായ കലാകാരനാണ് ദേവരാജൻ മാസ്റ്റർ. അതിന് കാരണം പത്മശ്രീ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. തന്നേക്കാൾ മുൻപ് ഈ മേഖലയിൽ, മലയാള ചലച്ചിത്ര മേഖലയിൽ വന്ന് കെ രാഘവൻ എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായക പ്രതിഭ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാത്ത ഒരു പുരസ്കാരം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തനിക്ക് വച്ചു നീട്ടിയ പത്മശ്രീ ദേവരാജൻ മാസ്റ്റർ
കൈകൊണ്ട് തട്ടി വലിച്ചെറിഞ്ഞു കളഞ്ഞത്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാൽ ഇവിടെ ആസിഫ് അലി എന്ന് പറഞ്ഞ ഒരു മഹാനായ നടൻ സംഗീത സംവിധായകനായ രമേശ് നാരായണൻ ഒരു പുരസ്കാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളല്ല ഈ പുരസ്കാരം തരേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ അകലെ ഇരുന്ന സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആസിഫ് അലി രമേശ് നാരായണന് കൊടുത്ത പുരസ്കാരം കൊടുക്കുന്നു. വീണ്ടും അത് തിരിച്ചു മേടിക്കുന്നു. എന്തൊരു തരത്തിലുള്ള നീതികേടാണ് ഈ സംഗീത സംവിധായകൻ കാണിച്ചത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. സംഗീതത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. അതുവഴി സംഗീത സംവിധായകരെയും ഗായകരെയും പാട്ടെഴുത്തുകാരെയും എല്ലാം ജനത്തിന് ഇഷ്ടമാണ്. എന്നാൽ ഇത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ നിന്ന് വില കുറഞ്ഞ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ആളുകളെ ഏത് തരത്തിലാണ് വിവരിക്കേണ്ടത് എന്ന് മലയാളിക്ക് കൃത്യമായി അറിയാം. എന്നാൽ സംഗീതത്തോടും സംഗീത കലാകാരന്മാരോടുമുള്ള ബഹുമാനം കൊണ്ട് മലയാളി അത് ഒരു കാരണവശാലും തുറന്നു പറയുന്നില്ല. ഇപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. മലയാള ചലച്ചിത്രവേദിയിലെ നിരവധി ആളുകൾ രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകന്റെ ഈ നീതികേടിനെ കുറിച്ച്, ആസിഫ് അലിയോട് ക്രൂരതയെക്കുറിച്ച്, അന്യായത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എന്ന വലിയ നടനും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. മലയാള സിനിമകൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ മലയാളിയെ ചിരിച്ച് ചിന്തിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ പ്രദാനം ചെയ്ത മഹാനടനായ തിരക്കഥാകൃത്തായ ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ, സംവിധായകനും നടനുമായ തിരക്കഥാകൃത്തുമായ ധ്യാൻ ശ്രീനിവാസനും ഇപ്പോൾ രമേശ് നാരായണന്റെ ഈ അനീതിയെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു. ഇത് തീർത്തും നീതികേടാണ്. ഒരു കാരണവശാലും രമേശ് നാരായണൻ ഇത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഒരു കാരണവശാലും ആസിഫ് അലിയെ പോലുള്ള ഒരു ചലച്ചിത്ര നടനോട് രമേശ് നാരായണൻ എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായകൻ ഒരു കാരണവശാലും ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടുണ്ടായിരുന്നില്ല, ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ സിനിമാ നടനും സിനിമയ്ക്ക് സംഗീതം ചെയ്യുന്ന ഒരാളും ഇത്തരത്തിൽ കാഴ്ചക്കാർക്ക് ഒരു വേദനാജനകമായ അനുഭവം ഉണ്ടാക്കുന്ന രീതിയിൽ രമേശ് നാരായണൻ പെരുമാറിയത് ശരിയായില്ല. രമേശ് നാരായണൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നാണ്, ആ പ്രവൃത്തിയെ അപലപിക്കുന്നു എന്ന് തന്നെയാണ് വിനീത് ശ്രീനിവാസന്റെ അനിയനായ ധ്യാൻ ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രമേശ് നാരായണനെ വലിച്ചു കീറി തേച്ചൊട്ടിച്ചുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവാർഡിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചിരുന്നു പൊതുവിൽ ഇത്തരം കമന്റുകളൊക്കെ എന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ അതിന്റെ വാർത്തയെ കണ്ടു. അങ്ങോട്ട് വേണോ? ഒന്ന് അങ്ങോട്ട് അല്ല, എനിക്ക് കുറച്ച് ചോദിച്ച ആളോട് പറയാനാണ് കുറച്ചുകൂടെ. അപ്പോൾ അല്ല, അത് കണ്ടപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ 24-ന്റെ ന്യൂസും കണ്ടു. പുള്ളി വന്നിട്ട് സംസാരിച്ച 2 സാധനങ്ങളുണ്ട്. അപ്പോൾ പുള്ളി എന്തുകൊണ്ടൊരാൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണല്ലോ. കാരണം ഒരേ ഫ്രട്ടേണിറ്റിയിൽ സിനിമ, മ്യൂസിക്, ഇതൊക്കെ പുള്ളി അതേ ഫ്രട്ടേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, ആസിഫ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിന് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു, സന്തോഷ് നാരായണൻ എന്ന് വിളിച്ചു. അതോടൊപ്പം തന്നെ പുള്ളീനെ പിന്നെ എനിക്ക് തോന്നിയ ഒരു മൊമെൻറ്റോ ഒക്കെ നമ്മൾ ഒരാളെ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം അതിൻ്റെ ഒരു ഓർഗനൈസിങ് പരിപാടി തന്നെ എനിക്കൊരു പാളിച്ച തോന്നി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ, പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ളൊരു മ്യൂസിഷ്യനെ നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് മൊമെൻറ്റോ കൊടുക്കണം. അപ്പോൾ പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര വിഷമിത്തലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ആസിഫിനെ അല്ലെങ്കിൽ ആസിഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളൊരാൾ എംബാരസ്ഡായി ഇൻസൾട്ടഡായി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ നാണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ? അതേ ഫീലിംഗ് തന്നെയല്ലേ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടാവുക. നമ്മൾ വിഷമത്തിലിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാർ 10 പേര് അറിയുന്ന ആൾക്കാരാകുമ്പോൾ നമ്മുടെ ടാൻഡ്രംസോ നമ്മുടെ ഇതോ അങ്ങനെയാണ് ഇവിടെ മോഹൻലാൽ സാറും മമ്മൂക്കയൊക്കെ എന്തൊക്കെ അവർക്ക് ഉണ്ടാകുന്ന എന്തൊക്കെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ പുറത്തെ ആൾക്കാരുടെ അടുത്തും മീഡിയയുടെ അടുത്തൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ആരെയൊക്കെ ചീത്ത വിളിക്കണം, മൈൻഡ് ചെയ്യാതെ പോകണം. അപ്പോൾ അതൊന്നും ഇങ്ങനെയുള്ള പ്രത്യേകിച്ചൊരു പൊതുവേദിയിലൊന്നും ഒരിക്കലും എല്ലാവരും കാണല്ലേ. അപ്പോൾ കാണുന്ന സമയത്ത് ആസിഫിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിയെന്ന്. അപ്പോൾ പച്ചക്കള്ളമല്ലേ, പുള്ളി തോളിലൊന്നും തട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലായപ്പോൾ പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചെയ്തത് തെറ്റ് തന്നെയാണ്. ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു, അതിനെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടെന്താ അതല്ല കൈയടി അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന അഭിനയിക്കുന്ന നമ്മൾ കൈയടി കിട്ടുന്നുണ്ടല്ലോ. ഇതുകൊണ്ടൊരു കൈയടി, ഒരു മൊമെന്റ്, ഒരു നിമിഷം പുള്ളിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അത് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത്ര ആൾക്കാർ മുന്നിൽ എംബാരസ്ഡ് ആവുക എന്ന് പറഞ്ഞു. അപ്പം അതേ നാണയത്തിൽ വേറൊരാളെ പുള്ളി അത് ചെയ്തപ്പോൾ പുള്ളി അതിന് കുറേ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി, അത് മനസ്സിൽ നിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ
ദൈവം വഴിയെ ഇതുപോലൊരു സാധനമായിട്ട് എനിക്ക് പണി തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ.